നിരവധിയായ യാത്രകൾ തെരഞ്ഞെടുപ്പിന് മുമ്പായി സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ആ യാത്രകൾക്കൊക്കെ പടയൊരുക്കമെന്നോ കേരള മാർച്ചെന്നോ അത്തരത്തിലുള്ള പേരുകളാണ് നൽകുന്നതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതുയുഗ യാത്ര എന്ന പേര് നൽകിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു നാടിനെ മുഴുവൻ അന്ധകാരത്തിലേക്ക് നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഒരു നാടിനെ മോചിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറമായി ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ജനതയ്ക്ക് ദുരിതം അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന കേരള സമൂഹത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി എന്താണ് നൽകുവാൻ പോകുന്നതെന്ന കൃത്യമായ കാഴ്ചപ്പാടും കൈമാറുന്ന യാത്രയാണ് പുതുയുഗ യാത്ര. ആ പുതുയുഗ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ്, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തും പുറത്തും കേരളത്തിന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരന്റെ പട്ടിണിപ്പാവങ്ങളുടെ പടത്തലവനായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നിർഭയമായ പൊതുപ്രവർത്തനത്തിന്റെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ വി ഡി സതീശൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ബഹുമാന്യനായ ജാഥ ക്യാപ്റ്റൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമന്വിതരായ നേതാക്കളെ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നോമ്പ് മുറിക്കുന്ന സമയമായതുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ പ്രസംഗത്തിലേക്ക് കടന്നത്. എല്ലാവരും പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ ഏറ്റുവാങ്ങി പുതുയുഗ യാത്രയുമായി പോവുകയാണ്. ജനങ്ങളുടെ ഹൃദയാഭിലാഷം ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗ പിറവി ഉണ്ടാകണം എന്നാണ്. നമ്മളത് സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കൾ വളരെ വ്യക്തമായി ഈ പിണറായി ഭരണം കേരളത്തെ എത്രമാത്രം തകർത്തിരിക്കുന്നു എന്ന് നിങ്ങളോട് പറയുകയുണ്ടായി. ഒരു നാടിന്റെ ഘടന, അതിന്റെ നട്ടെല്ലാണ് സമ്പദ് വ്യവസ്ഥ. നമ്മുടെ കുടുംബത്തിന്റെയും നട്ടെല്ലാണ് വികലസ്ഥിതി, അല്ലെ? ആ കേരളത്തിന്റെ നട്ടെല്ലാണ് ഇവർ തകർത്തിരിക്കുന്നത്. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറഞ്ഞു. പക്ഷേ അപ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഈ കടങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 12 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ്. വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒന്നാം സ്ഥാനം.
മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കോടികളാണ് സർക്കാർ കൊടുക്കാറുള്ളത്. ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, മരുന്ന് പുറത്തേക്ക് എഴുതിയിട്ടില്ല. എന്താ കാര്യം? മരുന്ന് വിതരണം നടത്തുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. KSRTC സാധാരണക്കാരന്റെ വാഹനമാണ്. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലത്ത് 47,000 ജീവനക്കാർ, 5,000 ഷെഡ്യൂൾ. ഇപ്പൊ എത്രയോ? 22,000 ജീവനക്കാർ, 2,000 ഷെഡ്യൂൾ. പോവുകയാണ്, തകരുകയാണ്. വൈദ്യുതി ബോർഡ് നമ്മുടെ കാലത്ത് നമ്മൾ ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു. നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡ് ഇപ്പൊ എത്ര കോടി രൂപ നഷ്ടമെന്ന് അറിയാമോ? എട്ടരുത്, 50,000 കോടി. അത്ര പറ്റിയുള്ളൂ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി അല്ലേ? 5ാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് എത്രയാണെന്നറിയാം? 1 ലക്ഷം കോടി. അത്രയുണ്ട്. എല്ലാവരുടെ കടമാണ്. 10,000 കോടി രൂപ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ. അതൊക്കെ എവിടെ ചെന്ന് എത്തും എന്നത് വരില്ല. നമ്മൾ ഇനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ്. നമ്മുടെ ജോലി ഇവരെവിടെയെല്ലാം പരാജയപ്പെട്ടോ അവിടെ നമുക്ക് വിജയിക്കണം. ഇവര് കേരളത്തെ എവിടെയെല്ലാം തകർത്തോ അവിടെയെല്ലാം നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കണം. ഞാൻ നിങ്ങളോട് അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി, ഗവേഷണ തുല്യമായ ഗ്രഹപാഠം നടത്തി, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി സംസാരിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ബദലുകളുമായി സർവസന്നാഹത്തോടെയാണ് UDF വരുന്നത്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനർജനിപ്പിക്കും. ഇപ്പോൾ പൂച്ച വെട്ടുകിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപൂർവമായ നികുതി ഭരണം കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടയ്ക്കാൻ കാർക്കശെന്നതെന്ന നിലപാടുകൾ സ്വീകരിച്ച് സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് നമ്മൾ അത് ചെയ്യും. എന്നിട്ട് ഖജനാവ് നിറയുമ്പോൾ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, ഇടത്തരക്കാരനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും, അവന്റെ കണ്ണീരൊപ്പം അവന്റെ ജീവിത നിലവാരം ഉയർത്തും. നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. നമ്മൾ പറഞ്ഞു 1.5 കൊല്ലം മുമ്പ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സത്യമായിരുന്നു. വൈറ്റിക്ക് അത്രയും. എന്നിട്ട് പറയുകയാണ് 5 കൊല്ലം കുഴപ്പമില്ല, 60 കൊല്ലം കൊടുത്താലും കുഴപ്പമില്ലെന്ന്. അത്രയാ. ഇവരുടെ അതിന് വയറ്റിലല്ലോ കിടക്കുന്നത്, പാവമെന്ന വയറ്റിലല്ലേ. എന്നിട്ട് ഇപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പച്ചക്കള്ളം മുദ്രാവാക്യം കേട്ട് പെടലി ഉടയ്ക്കുന്നു. കേട്ടില്ലേ? മുദ്രാവാക്യം വിളിച്ച് ആദ്യമായിട്ടാണ് ലോക ചരിത്രത്തിൽ മുദ്രാവാക്യം വിളി കേട്ട് പെടലി ഉടയ്ക്കുന്നത്. പച്ചക്കള്ളം പറയുന്നതിന് വേണ്ടി ആ ഇന്ത്യകളും നമ്മൾ പറഞ്ഞിട്ടില്ലേ? KSകാരും മന്ത്രിയുടെ പെടലി പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഇന്നിപ്പോൾ MV ഗോവിന്ദനും പിണറായി വിജയനും വീണ ജോർജും കേരളത്തിന്റെ മുന്നിൽ പരിഹാസ കഥാപാത്രങ്ങളായി നിൽക്കുകയാണ്. പരിഹാസ കഥാപാത്രങ്ങൾ. നാടകം നടത്തിയതാണ്, നാടകം ഇല്ലേ? എന്നിട്ട് ആ കുട്ടികൾക്കെതിരായി വധശ്രമത്തിൽ കേസെടുത്ത് അവരെ ജയിലിൽ അടച്ചിരിക്കുന്നു. ഇതിനൊക്കെ ചെവിയിലും വിളിക്കോ? ഇതിനൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മറുപടി ഉണ്ടാകും. മറുപടി പഴയകാലം പോലെയല്ല, ചെവിയിലും വിളിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കരിങ്കൊടി പ്രകടനം നടത്തിയതിന് വധശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ തള്ളിയാൽ അവർ ഈ പറയുമ്പോൾ നിർത്തിപ്പോവില്ല, അവരുണ്ടാവും ഇതിന്റെ കൂടെ. തോൽപ്പിക്കാൻ ആരും കരുതല്ല. കള്ളത്തരം കാണിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ പരിഹസിക്കുകയാണ് ചെയ്ത്. അവരെ അടുത്തുകൂടി പോലും പോയിട്ടില്ല. എന്നിട്ട് പറയാം, ഇവര് വെന്റിലേറ്ററാക്കിയ ആരോഗ്യ കേരളത്തെ നമ്മൾ ആരോഗ്യവതിയാക്കി നടത്തും. അതിനൊരു ആരോഗ്യ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് പറയുന്നു, അത് നടപ്പാക്കുമ്പോ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ നേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മൾ നമ്മുടെ കേരളത്തെ മാറ്റി. നമ്മൾ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്ത് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകും. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും UK-യിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാം ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കും? പഠിച്ചു പുറത്തു വരുമ്പോൾ ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ള വിപുലമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും. കാർഷിക മേഖലയിൽ സമഗ്രമായ പാക്കേജ്. ക്ഷീര കർഷകരെ നോക്കൂ. ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, നേരത്തെയുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, പാചക തൊഴിലാളികൾ, ക്ഷീര കർഷകർ, ഭിന്നശേഷിക്കാർ എല്ലാവർക്കും പ്രത്യേക പദ്ധതികൾ ഉണ്ടാകും. നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. നമുക്ക് 600 കിലോമീറ്റർ ദൂരം കടലാണ്, അല്ലെ? പ്രകൃതി നൽകിയ വനദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ. നമ്മൾ അതിനെയെല്ലാം സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% അതിന്റെ 4-1 ചെലവിൽ കടലിലൂടെ പോകും. 2ാം ഘട്ടത്തിൽ ക്രൂസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളെ കൂടി സംയോജിപ്പിച്ച വിപുലമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഈ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നത് UDFന്റെ സ്വപ്നമാണ്. ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ എന്നോട് പറഞ്ഞത്, ഇതുപോലെ ഒരു പരിപാടി നടത്താൻ ഈ കേരളം പോലെ മനോഹരമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തുമില്ല എന്നാണ്. ഞാൻ എല്ലാ പരിപാടികളും വിശദീകരിക്കുന്നില്ല, ഒന്ന് സമയം വൈകി. കുറച്ച് സസ്പെൻസ് കിടക്കണം. ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യമാകും. അവർ വരുന്നത് കേവലം അധികാര മാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഇനി UDF കേരളത്തെ പുറകിലേക്ക് നടത്തില്ല. നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കുക തന്നെ ചെയ്യും. അതെല്ലാം ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇവിടെ വർഗീയതയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് സംഘപരിവാറിനാവില്ല. നമ്മൾ സന്തോഷമായിട്ടിരുന്ന അവർക്ക് സങ്കടം വരും. അപ്പൊ നമ്മളെ ഭിന്നിപ്പിക്കും, വിദ്വേഷ പുസ്തകം നടക്കും. നമ്മൾ ശത്രുക്കളെ പോലെ തമ്മിലടിക്കുമ്പോഴാണ് അവർക്ക് സമാധാനമാവും. പക്ഷേ എന്റെ സങ്കടം, സംഘപരിവാറിന്റെ അതേ വഴിയിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുന്നു. ഡൽഹിയിലെ ചേതൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ വർഗീയതയ്ക്ക് തിരികൊടുത്തിരിക്കുന്നത് പിണറായി വിജയനാണ്. UDFയുടെ ഒരു നിലപാടുണ്ട്. എന്താ നിലപാട്? ഭൂരിപക്ഷ വർഗീയത പറയാനും ന്യൂനപക്ഷ വർഗീയത പറയാനും UDF സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും അതിനെ ചോദ്യം ചെയ്യും. ഏത് കൊലകൊമ്പെന്ന് പറഞ്ഞാലും നമ്മളതിനെ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്യില്ല, വെള്ളം ചേർക്കില്ല. ഇനി ചിലര് വന്ന് പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്കുണ്ട്, പേടിപ്പിക്കാൻ പറ്റും. വോട്ട് ബാങ്കുണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയുന്നെന്ന് അവരുടെ മുഖത്ത് നോക്കിപ്പോഴേ. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും VD സതീശനുമൊക്കെ ഈ കുറച്ചുനാൾ കൂടി ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാണ്. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ ഈ മക്കളും ഈ കൊച്ചുമക്കളും ഉണ്ടാവും. അവർ ജീവിക്കുന്ന കേരളത്തിലെ സൗഹാർദ്ദം തകർക്കാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. ഞാൻ കരുതുന്നത് മതേതര കേരളം ഇരുകൈകളും നീക്കി നമ്മുടെ ഈ മതേതര നിലപാടിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. ഈ CPMന് എന്ത് പറ്റി? അവർ രാജ്യം മുഴുവൻ കൊള്ള നടത്തി പണത്തിനോട് ആർത്തിയായി ഇപ്പൊ സ്വന്തം രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റാം. ഇപ്പൊ രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് CPMന് ലോട്ടറി അടിക്കുന്നത് പോലെയാണ്, ബമ്പർ ലോട്ടറി. ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്.
സ്വർണം മാത്രമല്ല, അതിമനോഹരമായ സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം CPM നേതാക്കൾ കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു. 2019 മുതൽ കളവ് തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. ഇപ്പൊ കോടതികൾക്ക് വീണ്ടും കേൾക്കാൻ 2024 കൊണ്ട് വീണ്ടും പൂശണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും പൂശണം എന്ന് പറഞ്ഞാൽ വീണ്ടും കക്കണമെന്നാണ്. അപ്പൊ കോടതി ഇടപെട്ടു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ വിചാരിക്കുന്ന അയ്യപ്പൻ ഇടപെട്ടുണ്ട്. അയ്യപ്പനായ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി മരടിച്ചു മാറ്റി. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിണറായി വിജയന് അയ്യപ്പ ഭക്തി ഞങ്ങൾ തന്നെ നിർത്തിപ്പിടിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം. അപ്പൊ കഴിഞ്ഞ ആഴ്ച മനസ്സിലായത് കണക്ക് ചേരല്ല, കള്ളക്കണക്ക് 600 പേര് പങ്കെടുത്ത പരിപാടിയുടെ ചെലവെത്രയെന്നറിയാം? 12 കോടി. കള്ളക്കണക്കാണ്. 600 പേര് പങ്കെടുത്ത പരിപാടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 3000 രൂപ, 4000 പേര് ലഞ്ച്, 5000 പേര് അത്താഴം. ആലോചിച്ച് നോക്കിയ കിടക്കവരെ അടിച്ചു മാറ്റി. നമ്മുടെ ഭജന സംഘം ഗാനമേള നടത്തി 8 ലക്ഷം രൂപ. ആ ഗാനമേള തോപ്പ് പറയുന്നത് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയിട്ടില്ല. അത് അടിച്ചു മാറ്റി. കൊല്ലത്ത് കോർപ്പറേഷൻ CPM ഫെസ്റ്റിവൽ അവര് ഭരിക്കുമ്പോൾ അതിന് കുതിരയെ കൊണ്ടുവന്നതിന് കണക്കുണ്ടാകും. ഇപ്പൊ കുതിരയെ വാഹനത്തിൽ കൊണ്ടുവരില്ലേ, അത് വൗച്ചറിൽ എഴുതുമ്പോ വാഹനത്തിന്റെ നമ്പർ കൂടി വൗച്ചറിൽ എഴുതി. ഓഡിറ്റുകാര് പിന്നെ പരിശോധിച്ചപ്പോ കുതിരയെ കൊണ്ടുവന്ന വണ്ടി ഏതാണെന്നല്ല, മാരുതി 800. മാരുതി 800 കുതിരയെ കൊണ്ടുവന്ന വിദ്വാന്മാരാണ് അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയത്. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി പിന്നെ എന്താണ് കക്കാൻ പാടില്ലാത്തത്? ഇതാ പരിപാടി. ഇപ്പൊ ഒടുക്കത്തെ പ്രഖ്യാപനമാണ്. തീരപ്രദേശത്ത് 12,000 കോടിയുടെ പാക്കേജ്. ഇടുക്കി ചെന്നപ്പോ അവര് പറയാണ് പിണറായി വിജയൻ വന്ന് 11,000 കോടിയുടെ പാക്കേജ്. ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. പിണറായി വിജയന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ അല്ല. ചാക്കിന് കുറച്ചുകൂടി വിലയുണ്ട്. ചാക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട്, പഴയ ചാക്കുണ്ട്. ഈ വാക്കുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നിട്ട് പ്രഖ്യാപനം 2021 പറഞ്ഞു ഞങ്ങൾ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ ഞങ്ങളിപ്പോ 2500 4.25 കൊല്ലക്കാലം ഒരു ചിന്നിക്കാശ് കൂട്ടിയില്ല അല്ലെ. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. അപ്പൊ ഞങ്ങൾ ഓർക്കും മലയാളി സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുത്. മലയാളി എന്ത് ചെയ്തു? 400 രൂപ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പൊ നമ്മൾ മണിയാശാൻ എല്ലാവരെയും തെറി വിളിക്കുന്ന ഇടുക്കിയിലെ പുലി ചീത്ത വിളിച്ചു. വോട്ടർമാര് കൊല്ലരുതാത്തവന്മാര് ഞങ്ങളുടെ കാശും മേടിച്ച് പുട്ടടിച്ച് UDF വോട്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു മണിയാശാന് അവര് കൊള്ളരുതാത്തവരല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളതല്ല. നിങ്ങൾ 5 കൊല്ലം പെൻഷൻ കൊടുക്കാതെ അവർക്ക് 2 മാസത്തെ പെൻഷൻ കൊടുക്കും. അവർക്കറിയാം അടുത്ത 5 കൊല്ലത്തെ പെൻഷൻ അവർക്ക് കൊടുക്കേണ്ടത് UDF ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ആ പാവങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ അവസാനിപ്പിക്കുക. നമ്മുടെ UDF ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക്. എനിക്ക് ഇതല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോ കായംകോട്ട UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. ഇതുപോലെ ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കായംകുളത്ത് UDFന്റെ വിജയക്കൊടി മാറിക്കണം. ഒരു വാക്കുകൂടി പറയാം. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുന്ന MLA-യുടെ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ വരും. വാക്കാണ്. നിങ്ങളുടെ ഉറപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഈ നോമ്പ് കാലമായിട്ട് പോലും കായംകുളം പട്ടണത്തിൽ നിങ്ങൾ നൽകിയ ഈ ഉജ്ജ്വലമായ സ്വീകരണം ഞാൻ എന്നും എന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെ സമരം